ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ഹദീസ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല അന ഇൻദ ളന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദകറനി ഫഇൻ ദകറനി ഫീ നഫ്സിഹി ذكرته في نفسي وإن ذكرني في ملأ ذكرته في ملأ خير منهم وإن تقرب إلي بشبر تقربت إليه ذراعا وإن تقرب إلي ذراعا تقربت إليه باعا وإن أتاني يمشي أتيته هرولة. رواه البخاري. ഇത് സഹീഹുൽ ബുഖാരിയിൽ 7405 നമ്പറിൽ കൊടുത്തിട്ടുള്ള വചനമാണ്. ഈ വചനം ഇമാം ബുഖാരി റഹിമഹുല്ല നൽകുന്ന അദ്ധ്യായം ബാബു ഖൗലില്ലാഹി തആല വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ എന്നുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറ ആലി ഇമ്രാനിലെ 28-ാമത്തെ ആയത്തിൻ്റെ ഭാഗമായ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അള്ളാഹു നിങ്ങളോട് അള്ളാഹുവിനെ പറ്റി ജാഗ്രത പാലിക്കുവാൻ ഉണർത്തുന്നു എന്നുള്ള ആ വചനത്തെ സംബന്ധിച്ചുള്ള അധ്യായം. അതാണ് അധ്യായത്തിൻ്റെ പേര്. ഒന്നുകൂടെ പറയാം. ബാബു ഖൗലില്ലാഹി തആല വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. അള്ളാഹുവിൻ്റെ വചനമായിട്ടുള്ള വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അഥവാ അള്ളാഹു തന്നെപ്പറ്റി നിങ്ങളോട് ജാഗ്രത കാണിക്കാൻ ഉണർത്തുന്നു എന്നുള്ള അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. ആ അധ്യായത്തിൽ 7405 നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസാണിത്. ഇത് ബുഖാരി റഹിമഹുല്ല കൊടുത്തു എന്ന് മാത്രമല്ല, സഹീഹ് മുസ്ലിമിൽ ഇത് വന്നിട്ടുണ്ട്. 2675 നമ്പറാണ് ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ അത് വന്നിട്ടുള്ള. ബാബുൽ ഹസ്സി അലാ ദിക്രില്ലാഹി തആല, ഉന്നതനായ അള്ളാഹുവിനെ സ്മരിക്കുവാൻ ഓർമ്മിക്കുവാനുള്ള പ്രേരണ നൽകുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം എന്നുള്ള തലക്കെട്ടിലാണ് ഇമാം മുസ്ലിം അത് കൊടുത്തിട്ടുള്ളത്. വേറെയും ചില അധ്യായങ്ങളിൽ ഇമാം മുസ്ലിം കൊടുത്തിട്ടുണ്ട്. അത് ആവർത്തിച്ചുകൊണ്ട് സഹീഹ് മുസ്ലിമിൽ അത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഹദീസിൻ്റെ അർത്ഥം നോക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഖൂലുല്ലാഹു തആല, ഉന്നതനായ അള്ളാഹു പറയുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിചാരിക്കുന്നതിനോടൊപ്പമാണ്. ഒന്നാമതായിട്ട് ഇത് യഖൂലുല്ലാഹു തആല, അള്ളാഹു പറയുന്നു, അഥവാ ഖുദ്സിയായ ഹദീസാണ്. ഹദീസുൻ നബവി എന്ന് പറയാറുണ്ട് പ്രവാചകൻ്റെ വചനങ്ങൾ. ആ പ്രവാചകൻ്റെ വചനങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗമാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാക്കും ഇതിൻ്റെ ആശയവും അള്ളാഹുവിൻ്റേതാണ്. എന്നാൽ ഇതിന് ഖുർആനിൻ്റേതായ അമാനുഷികതയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് യഖൂലുല്ലാഹു തആല, ഉന്നതനായ അള്ളാഹു പറയുന്നു. എന്നിട്ട് ആദ്യം പറയുന്നത് അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമയുടെ ധാരണയുടെ വിചാരത്തിൻ്റെ ഒപ്പമാണ് ഞാൻ. എന്നിട്ട് പറയുന്നു വ അന മഅഹു ഇദാ ദകറനി, അവൻ എന്നെ സ്മരിച്ചാൽ ഞാൻ അവനോടൊപ്പമായിരിക്കും. ഫഇൻ ദകറനി ഫീ നഫ്സിഹി ദകർതുഹു ഫീ നഫ്സി, അവൻ അഥവാ മനുഷ്യൻ, എൻ്റെ ദാസൻ, അവൻ്റെ മനസ്സിൽ എന്നെ സ്മരിച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ അവനെയും സ്മരിക്കും. വഇൻ ദകറനി ഫീ മലഇൻ, അവൻ എന്നെ ഒരു സഭയിൽ വെച്ച് സ്മരിച്ചാൽ, ഓർത്താൽ, ദകർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, അതിനേക്കാൾ വലിയ ഉത്തമമായ സദസ്സിൽ ഞാൻ അവനെ സ്മരിക്കും. വഇൻ തഖറബ ഇലയ്യ ബിഷിബിരിൻ, എന്നിലേക്ക് അവൻ ഒരു ചാണ് അടുത്താൽ, തഖറബ്തു ഇലൈഹി ദിറാഅ, ഞാൻ അവനിലേക്ക് ഒരു മുഴം
ഒരു ചാണെടുത്താൽ ഒരു മുഴം എടുക്കുന്ന ദിറ എന്ന് പറഞ്ഞാൽ ഒരു മുഴം, ഷിബിർ എന്ന് പറഞ്ഞാൽ ചാണ്. എന്നിട്ട് പറയണ വൈൻ തഖറബ ഇലയ്യ ദിറാഅൻ, അവൻ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ തഖറബ്തു ഇലൈഹി ബാഅ, ഞാൻ അവനിലേക്കൊരു മാർ അടുക്കുന്ന. ബാഅൻ, ബാ എന്ന് പറഞ്ഞാൽ ഹുവ മസാഫത്തുൻ മാ ബൈനൽ കഫൈൻ ഇദാ ബസത്തഹുമാ യമീനൻ വഷിമാല. ബാഅൻ എന്ന് പറഞ്ഞാൽ ഇതിലർത്ഥം കൊടുത്തിട്ടുള്ളത് രണ്ട് കൈപ്പടങ്ങൾ, അത് തമ്മിലുള്ള അകലം, ആ കൈപ്പടങ്ങൾ എന്ത് ചെയ്യുക, വിശാലമാക്കുക, പരത്തുക. യമീനൻ വഷിമാലൻ, ഒരു കൈപ്പടം വലത്തോട്ടും ഒരു കൈപ്പടം ഇടത്തോട്ടും, അതെത്രയാണോ അത്രയും ദൂരത്തിനാണ് ബാഅൻ എന്ന് പറയുക എന്നാണ് മുസ്തഫ അൽ ബഗാ എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു മുഴം അടുത്താൽ ഒരു മാർ അള്ളാഹു ഇങ്ങോട്ടെടുക്കും എന്നാണ്. വൈൻ അതാനി യംഷി, അവനെന്നിലേക്ക് നടന്നു വന്നാൽ, മനുഷ്യൻ അള്ളാഹുവിലേക്ക് നടന്ന് ചൊല്ലുകയാണെങ്കിൽ അതൈതുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിക്കൊണ്ട് അടുക്കും, ചൊല്ലും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന ഇന്ദ ലന്നി അബ്ദി ബീന, എന്നെപ്പറ്റി എൻ്റെ ദാസൻ വിചാരിക്കുന്ന ആ വിചാരത്തോടൊപ്പമായിരിക്കും ഞാൻ എന്ന് പറഞ്ഞല്ലോ. അതായത് അള്ളാഹു താലയെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ നല്ലത് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ആ മനുഷ്യനുണ്ടാകും. ചീത്ത വിചാരമാണെങ്കിലോ അതും അവനുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവനെതിരായിരിക്കും എന്നർത്ഥം. ഒന്നുകൂടെ ഇതിൻ്റെ ആശയങ്ങൾ പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫൈലുൽ ഖദീർ എന്ന് പറയുന്ന കിതാബിൽ മഹാനായിട്ടുള്ള ഇബ്നു അബി ജംറ രേഖപ്പെടുത്തുകയാണ്. മഅന, അതിൻ്റെ ആശയം ലൊന്ന അബ്ദി ബി, എന്നെ സംബന്ധിച്ച് എൻ്റെ ദാസൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ലൊന്നുൽ ഇജാബത്ത് ഇൻദ ദുആ, പ്രാർത്ഥനയുടെ വേളയിൽ ഉത്തരം അള്ളാഹു ചെയ്യും എന്നുള്ള വിചാരമുണ്ടാകുക. വലൊന്നുൽ ഖുബൂൽ ഇൻദ തൗബ, തൗബ ചെയ്യുമ്പോൾ ആ തൗബ സ്വീകരിക്കും എന്നുള്ള ധാരണ, ആ ഒരു വിചാരമുണ്ടാവുക. വലൊന്നുൽ മഗ്ഫിറത്തി ഇൻദൽ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുന്ന സന്ദർഭത്തിൽ എനിക്ക് പാപമോചനം റബ്ബ് പ്രദാനം ചെയ്യും എന്നുള്ള വിചാരം. വലന്നുൽ മുജാസാത്തി ഇൻദ ഫിഅലിൽ ഇബാദാത്തി ബിശുറൂത്തിഹാ തമസ്സുകൻ ബിസ്വാദിഖി വഅദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്തുകൾ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ആ ഇബാദത്തുകൾ അതിൻ്റെ ഷർത്തുകൾ അനുസരിച്ച് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ അത് സത്യസന്ധമായിക്കൊണ്ട് ഓർത്തുകൊണ്ട് ഈ ഇബാദത്തിൻ്റെ ഓരോ ഷർത്തുകളും അത് മുറുകെ പിടിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അങ്ങനെ മനുഷ്യൻ ചെയ്യുമ്പോൾ അള്ളാഹു മനുഷ്യൻ്റെ തെറ്റുകൾ വിട്ടുകൊടുക്കും, പാപങ്ങൾ പൊറുക്കും എന്നുള്ള ആ വിചാരം. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചീത്ത വിചാരം സൂഉൽവന്നിൽപ്പെട്ടതാണ്. ഒരാൾ ദുആ ചെയ്യുന്നു, എന്നിട്ട് എനിക്ക് ഉത്തരം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദഅൗതു ഫലം യുസ്തജബലി, ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് സഹീഹുൽ ബുഖാരിയിൽ 6340 നമ്പറായി വന്നിട്ടുള്ള ഹദീസുണ്ട്. അപ്പോൾ ആ ഹദീസിൽ അങ്ങനെ കാണാം, ചില ആളുകൾ അങ്ങനെ പറയുന്ന, അതെന്താ, അത് ചീത്ത വിചാരം എന്നാ. ആ ചീത്ത വിചാരം മനുഷ്യർക്കുണ്ടാകാനായിട്ട് പാടില്ല. മരിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരമായിരിക്കണം ആളുകൾക്കുണ്ടായിരിക്കേണ്ടത് എന്ന പ്രവാചകൻ പറഞ്ഞു. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹി അസ്സ വജൽ, ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടായിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരണപ്പെടാൻ പാടില്ല. അപ്പോൾ നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരം ഉണ്ടാകണം, സൽക്കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുക, സ്മരിക്കുക എന്ന് പറയുമ്പോൾ
അള്ളാഹു അവൻ്റെ മനസ്സിലും നമ്മെക്കുറിച്ച് സ്മരിക്കും. നമ്മൾ ഒരു സദസ്സിൽ അള്ളാഹിനെക്കുറിച്ച് ഓർത്താലോ അതിനേക്കാൾ ശ്രേഷ്ഠമായ മഹത്തരമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള സഭയിൽ അള്ളാഹു നമ്മെയും സ്മരിക്കും. അപ്പോൾ നമ്മൾ എത്ര കണ്ട് നന്മ ചെയ്യാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാനിതനായിക്കൊണ്ട് ഭക്തിപൂർവം അങ്ങനെ നിലകൊള്ളാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ അതിൻ്റെ 10 മടങ്ങ് എത്രയോ അധികം ഇരട്ടി അള്ളാഹു ഇങ്ങോട്ടും അടുക്കും ഇങ്ങോട്ടും കാരുണ്യം ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹു നന്മ ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.